ഹായ് ഫ്രണ്ട്സ്, ക്ലിക്ക് ടു ഈ സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി ഗൂഗിളിൽ employment.kerala.government.in എന്ന സൈറ്റിൽ പ്രവേശിക്കുക. സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കീമിനെ പറ്റിയിട്ട്. അവിടെ മുകളിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ നൗ കൊടുത്തു പോകാം, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വരുന്ന വിൻഡോയിൽ തന്നെ അപ്ലൈ നൗ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് പോവുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ നിബന്ധനകളെല്ലാം കാണിച്ചിട്ടുണ്ട്. 18-30 വയസ്സിനിടയിലുള്ളവർക്കായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. +2 VHSC ITI ഡിപ്ലോമ ഡിഗ്രി വിജയിച്ച ശേഷം കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കോ, അത് സംസ്ഥാന തലത്തിലോ കേന്ദ്ര തലത്തിലോ ആയ കോമ്പറ്റീറ്റീവ് എക്സാമുകളാകാം, അല്ലെങ്കിൽ നൈപുണ്യ വികസന പരിശീലനത്തിൽ ഏർപ്പെട്ടവർക്കോ ഇതിനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനാവശ്യമുള്ള റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഡ്രസ് പ്രൂഫ് വേണം, ഡേറ്റ് ഓഫ് ബർത്ത്, ആനുവൽ ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്. അത് നമ്മൾ PSCക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ സ്ലിപ്പ് ലഭിക്കും, അതാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. പിന്നെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫസ്റ്റ് പേജ്, ഓതൻറ്റിക്കേഷൻ ലെറ്റർ ഫ്രം ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫൈയിങ് ദാറ്റ് ദ കാൻഡിഡേറ്റ് ഈസ് അണ്ടർഗോയിങ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ്. അത് നൈപുണ്യ വികസന പരിശീലനത്തിൽ ഏർപ്പെട്ടവർക്ക് മാത്രമാണ് അത് ബാധകമായിട്ടുള്ളത്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആപ്ലിക്കൻറ്റിൻ്റെ സിഗ്നേച്ചർ, സെൽഫ് ഡിക്ലറേഷൻ, അത് നമുക്ക് ഈ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കോമ്പറ്റീറ്റീവ് എക്സാമിന് പരിശീലനം എടുക്കുന്നവർക്ക് വേറെ, നൈപുണ്യ വികസന പരിശീലനത്തിൽ ഏർപ്പെട്ടവർക്ക് വേറെ, അങ്ങനെ 2 സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റാണുള്ളത്. അത് നമ്മൾ സെൽഫായിട്ട് സൈൻ ചെയ്ത് വയ്ക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രൂഫുകൾ ഏതൊക്കെയാണ് സ്വീകരിക്കുന്നതെന്ന്. അഡ്രസ് പ്രൂഫ്, ഏജ് പ്രൂഫിന് നമുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആകാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആകാം, അഡ്രസ് പ്രൂഫ് ആധാർ ആകാം. ഇതെല്ലാം വായിച്ച ശേഷം നമ്മൾ ഐ കൺഫേം ദാറ്റ് ഐ പോസസ് ഓൾ ദി സർട്ടിഫിക്കറ്റ്സ് ഡോക്യുമെൻറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അല്ലാത്തവർക്ക് പ്രൊസീഡ് ആസ് ന്യൂ ആപ്ലിക്കൻ്റ് കൊടുത്തും പോകാവുന്നതാണ്. ഇവിടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഉള്ളത് കൊണ്ട് നമ്മളത് കൊടുത്ത് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഫെച്ചായി വരുന്നതാണ്. ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ നെയിമും ഗാർഡിയൻ നെയിമും മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കറക്റ്റായിട്ട് ഫെച്ച് ചെയ്ത് വരുന്നതാണ്. മൊബൈൽ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ബാക്ക് സ്പേസ് അടിച്ച് പുതിയ മൊബൈൽ നമ്പർ കൊടുക്കാവുന്നതുമാണ്. നമ്മൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കും ഇതിനകത്ത് വരിക. അത് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അവിടെ ഇൻകം ചോദിച്ചിട്ടുണ്ട്. ഇൻകം നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റിൽ എത്രയാണോ തന്നിരിക്കുന്നത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അത് PG ആണെങ്കിൽ അതേഴ്സ് കൊടുത്തിട്ട് നമുക്ക് അവിടെ അതേഴ്സ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ സ്കോളർഷിപ്പ് അപ്ലൈയിങ് ഫോർ, എന്താണ് കോമ്പറ്റീറ്റീവ് എക്സാം ആണോ അതോ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സാണോ അതെടുക്കുക. ദെൻ അഡ്രസ് ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇവിടെ പിൻകോഡ് കൊടുത്തിട്ടില്ല, നമുക്ക് പിൻകോഡ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബാങ്ക് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള സെക്ഷനാണ്. ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ബാങ്ക് നെയിമും ബ്രാഞ്ച് നെയിമും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. അക്കൗണ്ട് നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം. ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, അത് നോക്കി തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ 12 ഡിജിറ്റ് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഇനി താഴെ ഐ ഹാവ് റീഡ് എന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുത്ത് മുമ്പോട്ട് പോവുക. ഇവിടെ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയി എന്ന് കാണിക്കും. ഇനി നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷനാണ്. ഇവിടെ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റ്സും, അതായത് സൈനും സിഗ്നേച്ചറും ഇമേജും ഒഴികെ ബാക്കിയെല്ലാം PDF ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാം 100 KB താഴെ വരുന്ന ഫയലാക്കി സെറ്റ് ചെയ്ത് വെക്കണം. സിഗ്നേച്ചറും ഫോട്ടോയും JPG ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ അപ്ലോഡ് ചെയ്ത് കയറ്റുന്നു. ആധാറിന് പകരമായി ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഏതാണെന്ന് ആദ്യത്തെ പേജിൽ നമുക്ക് കണ്ടിരുന്നു. ദെൻ നമ്മളിവിടെ ഏജ് പ്രൂഫായിട്ട് SSLC ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. ദെൻ ഇൻകം സർട്ടിഫിക്കറ്റ് 1 ഇയറിനുള്ളിലുള്ള ഇൻകം ആയിരിക്കണം, 5 lakhൽ താഴെ ആയിരിക്കണം. അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അക്നോളജ്മെൻറ്റ് സ്ലിപ്പ്, നമ്മൾ PSCയുടെ ആണെങ്കിൽ നമ്മൾ മൈ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു തസ്തികയിലേക്കുള്ള ഓപ്ഷൻ ഉണ്ടാകുമല്ലോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ആപ്ലിക്കേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനുണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്ലിക്കേഷൻ സ്ലിപ്പാണ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഡിക്ലറേഷൻ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ടാവും. അത് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കയറ്റുക. അനുബന്ധം 2 ആണ് PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ളത്. അനുബന്ധം 1 ആണ് നൈപുണ്യ വികസന പരിശീലനത്തിലുള്ളവർക്ക് വേണ്ടത്. എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സക്സസ്ഫുള്ളി അപ്ലോഡഡ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താഴെ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. സെൽഫ് ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം കൺഫേം യുവർ ആപ്ലിക്കേഷൻ കൊടുക്കുക. ദെൻ പോപ്പപ്പിൽ ഓക്കെ കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫോം ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു സ്ലിപ്പ് കിട്ടുന്നതാണ്, ആപ്ലിക്കേഷൻ പ്രിവ്യൂ. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.